മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വലിയ സമ്പന്നനാകണമെന്നത്. മറ്റൊരാഗ്രഹമാണ് കുറെ കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നത്. സമ്പന്നനാകാൻ വേണ്ടി ഏതറ്റം വരെയും അവൻ പോകും. രാത്രിയിൽ ഉറക്കം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കും. പകലിൽ മുഴുവൻ അധ്വാനിക്കണമെങ്കിൽ അധ്വാനിക്കും. അതിന് വിദ്യ നേടണമെങ്കിൽ വിദ്യാഭ്യാസം നേടും. എന്തിനും സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടി മനുഷ്യൻ പാടുപെടാൻ തയ്യാറാണ്. അതുപോലെ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ദീർഘായുസ് ഉണ്ടാവണം, കുറെ കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണം. അതിന് ഏത് വഴികളും അവൻ അവലംബിക്കും. രാവിലെ എഴുന്നേറ്റ് ഓടാൻ ആഗ്രഹമുണ്ടായിട്ടല്ല രാവിലെ തന്നെ ഓടുന്നത്, മറിച്ച് അവന് അതിലു മുഖേന അവന് ആരോഗ്യം കിട്ടണം, അവന്റെ ശാരീരികമായ പ്രയാസങ്ങൾ നീങ്ങണം. 10 ലക്ഷം രൂപയുണ്ട്, 10 ദിവസം കൂടി ആയുസ് നീട്ടി കിട്ടുമെന്ന് കണ്ടാൽ ആ 10 ലക്ഷം നീട്ടിത്തരുമെന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കാൻ നാം തയ്യാറാണ്. ഇങ്ങനെ ദീർഘായുസിനും സമ്പത്തിനും കൊതിക്കുന്നവനാണ് മനുഷ്യൻ. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. ആ മനുഷ്യന് ഭൂമിയിൽ കുറെ കാലം ജീവിക്കുവാനും സാമ്പത്തികമായ നേട്ടമുണ്ടാകുവാനും വേണ്ടി ലോകത്തിന് എല്ലാ ഗുണങ്ങളും പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടുന്ന് പറയുകയാണ്, മൻ അഹബ്ബ അൻ യുബ്സത അലൈഹി റിസ്ഖുഹു. ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ടാവാൻ ആഗ്രഹമുണ്ട്. അതുപോലെ വയുൻസലഹു ഫി അഥരിഹി, അവന് ദീർഘായുസ് ലഭിക്കുവാൻ കൊതിയുമുണ്ട്. കുറെ കാലം ജീവിക്കണം, ധാരാളം സമ്പത്തുണ്ടാവണം. അങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവൻ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. സമ്പത്തും കുറെ കാലം ജീവിക്കുവാനുള്ള സൗഭാഗ്യവും തന്റെ കൈവെള്ളയിലേക്ക് വരാനുള്ള ചെറിയൊരു ടിപ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, കൂട്ടുകാരെ, നാം ഈ പറയുന്ന കാര്യം ഉപേക്ഷിക്കരുത്. നമുക്കിത് ചലഞ്ചായി ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും എൻ്റെ ദീർഘായുസിന് വേണ്ടിയും എനിക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടിയും ഈ പറയുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കുമെന്ന് ഉറപ്പിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ സമ്പന്നനാവണോ, ഒരാൾക്ക് ദീർഘായുസ് കിട്ടണോ, അവൻ ഫൽയസിൽ റഹിമ, അവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. ജ്യേഷ്ഠനും അനുജനുമായിട്ടുള്ള ബന്ധങ്ങൾ അത് തകർന്നിട്ടുണ്ടെങ്കിൽ ചേർക്കണം. ജ്യേഷ്ഠൻ അനുജൻ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ അവരുടെ കാരണം കൊണ്ടായിരിക്കും തകർന്നിട്ടുണ്ടാവുക. പക്ഷേ നാം അത് വിളക്കി ചേർക്കണം. നാം അത് തകർന്നു പോയതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുത്തുകൊണ്ട് നാം ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകണം. എത്ര ശത്രുവായ ബന്ധുവായാലും അവനെ നാം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകർ നാവ് കൊണ്ട് തമാശയ്ക്ക് പോലും കളവ് പറയാത്ത നേതാവ് പറയുന്നു, അവന് സമ്പത്തുണ്ടായിരിക്കും.